വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു വാട്ടർ ഈറ്റിന്റെ ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. സൺഡേ സ്പെഷ്യൽ വാട്ടർ ഈറ്റിന്റെ ഡേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡാണ് കഴിക്കാന്നൊക്കെ നോക്കാം. അപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുടിക്കാനുള്ള കട്ടൻ ചായ ഇവിടെ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ് റോസ്റ്റ് ആണ്. നെയ് റോസ്റ്റ് വിത്ത് സാമ്പാറാണ് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതേ സാമ്പാർ വേവിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് ഇതേ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇത് വെണ്ടയ്ക്ക് വറക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ വാട്ടർ ഈറ്റിൻ്റെ ഡേയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നെയ് റോസ്റ്റും സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇതേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതേ മാവ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നെയ്യ് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ സൺഡേ സ്പെഷ്യൽ വാട്ടർ ഈറ്റിൻ്റെ ഡേയിൽ ആദ്യം തന്നെ നമുക്കൊരു കട്ടൻ ചായ അങ്ങ് കുടിക്കാം. കട്ടൻ ചായയിൽ അങ്ങ് ആരംഭിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ ഇതേ ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ്. ദോശ എടുത്തിട്ടുണ്ട്. ദോശയല്ല, നെയ് റോസ്റ്റാണ് കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ അതും കൂട്ടി അങ്ങ് കഴിക്കാം. അപ്പോൾ ദോശയും സാമ്പാർ എടുത്തതിന് ശേഷമാണ് ചിക്കൻ കറിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. തറവാട്ടിൽ നിന്ന് തന്നതായിരുന്നു ചിക്കൻ കറി. ആ ചിക്കൻ കറിയും കൂടി അങ്ങ് എടുത്തു. ദോശയുടെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ ചിക്കൻ കറി. ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ദോശയും സാമ്പാറും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 10-10:30 ആയപ്പോൾ കുട്ടികൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ച് കുട്ടികൾക്ക് കൊടുത്തു. ഞാനും കഴിച്ചു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. റിച്ച് പ്ലം കേക്കായിരുന്നു. ഡേറ്റ്സൊക്കെ ഇട്ടിട്ടുള്ളത്, ഡേറ്റ്സും നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും അതിരുന്ന് കഴിച്ചു. പിന്നെ ഒരു 1 മണിയായപ്പോൾ ഏട്ടൻ പുറത്ത് വേണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ മെലൺ കൊടുന്നു. അപ്പോൾ ഇതേ ഞങ്ങളെല്ലാവരും കൂടി വാട്ടർ മെലൺ കഴിക്കുകയായിരുന്നു കേട്ടോ. വാട്ടർ മെലൺ എപ്പോൾ കിട്ടിയാലും സമയവും കാലമൊന്നും നോക്കില്ല കേട്ടോ. അപ്പം തന്നെ അങ്ങ് കഴിക്കും. ഒത്തിരി ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഫുഡ് കഴിക്കേണ്ട സമയമായി, എന്നാലും അത് മുറിച്ച് കൊടുത്തു. അപ്പോൾ അതേ ഇപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ സമയമാണ്. ലഞ്ചിന് നമുക്കൊന്ന് ചോറുണ്ട്, സാമ്പാറുണ്ട്, ഇതേ പോട്ടി ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കുകയാണ്. രാവിലെ മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഏട്ടൻ പുറത്ത് പോയപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് ഇന്ന്. പിന്നെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ചിക്കിങ് ഫ്രൈഡ് ചിക്കൻ മേടിച്ചു കേട്ടോ. ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഇതേ ഒരു 6 മണിയായപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പുതിനയുടെ ഒരു കുറവുണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റ വിലയ്ക്ക് കുടിക്കുകയാണ്. അടിപൊളിയായിരുന്നേ. പിന്നെ ഒരു 8 മണിയായപ്പോൾ അമ്മ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബബിൾ മൂസിൻ്റെ നാരങ്ങ. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇന്ന് ഡിന്നറില്ല, ഇത് മാത്രമാണ് ഡിന്നർ. വയറ് ഫുള്ളാണ് കേട്ടോ, വിശക്കണമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വാട്ടർ ഈറ്റിൻ്റെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.